ഇത് സബ്മിറ്റ് ചെയ്ത ആ നിമിഷം മുതൽ ഞാൻ ഏകദേശം എനിക്ക് അളവറ്റ പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഇരിക്കുകയാണ്. ഒടുവിൽ ഉത്തരവ് വരികയാണ്, കോടതി ഉള്ള ഉത്തരവ്. അവരുടെ തീരുമാനങ്ങളെയെല്ലാം നിഷേധിച്ചുകൊണ്ട് കോടതി തീരുമാനമെടുത്തു. ഈ കുട്ടിക്ക് ഇന്നത്തെ ആധുനിക സംവിധാനങ്ങൾ അനുസരിച്ച് ഈ ബ്ലൈൻഡ് ആണെങ്കിൽ പോലും കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ യോഗ്യനാണ്. അങ്ങനെ അത് ഒരു സുവിശേഷം. എനിക്കിത് കഴിഞ്ഞ് അടുത്ത് പറയാനുള്ളത്, ഈ മോൻ്റെ നാഭിയിൽ ഒരു മുഴ വന്നു. എന്നോട് ഇത് പറഞ്ഞില്ല. എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയപ്പെടുമോ വിഷമിക്കുമോ എന്നൊക്കെയുള്ള ഒരു കാരണം കൊണ്ട് പറഞ്ഞില്ല. ഓരോ ദിവസം കഴിയും തോറും ഈ മുഴയുടെ വലിപ്പം കൂടിക്കൊണ്ടേയിരുന്നു. കഴിഞ്ഞ ഒരു 3-4 ദിവസങ്ങളായിട്ട് ആഹാരം ശരിക്ക് കഴിക്കില്ല. കാരണം ആഹാരം കഴിച്ച് വയറ് വീർക്കും തോറും ഈ വേദനയുടെ അളവ് കൂടുന്നു. 4ാമത്തെ ദിവസം തീരെ നിവൃത്തിയില്ലാതെ വന്ന സാഹചര്യത്തിൽ എന്നോട് പറയുകയാണ്, അച്ഛാ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, നാഭിയിലൊരു മുഴ പോലെ വരുന്നു, ഓരോ ദിവസവും നല്ല വേദന കൂടുന്നു എന്ന് പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് അല്പം പോലും വിശ്വാസമില്ല, മാതാവിലോ കർത്താവിലോ ഒന്നും ഈ കാര്യങ്ങളിലൊന്നും തന്നെ വിശ്വാസമില്ലാത്ത ഒരാളാണ്. എന്നോട് പറഞ്ഞു, ഇത് ഉടനെ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിക്കണം. എന്നോട് ഈ വിഷയം പറയുമ്പോൾ ഒരു ദിവസം വൈകുന്നേരം 7 മണി സമയത്താണ് പറയുന്നത്. നാളെ രാവിലെ തന്നെ കൊണ്ടുവന്ന് കാണിക്കാം നമുക്ക് എന്നൊക്കെ പറയുമായിരുന്നു. ഞാൻ നിശബ്ദനായിട്ട് അവിടെ ഇരുന്ന് മനസ്സുകൊണ്ട്, മാതാവേ ഇനി കോളേജ് തുറക്കാൻ എത്ര ദിവസമുണ്ട്, ഞാൻ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടുപോയാൽ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എത്ര ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വരും എന്തെല്ലാം വിഷമിച്ചിങ്ങനെ കുറച്ച് സമയം ഇരുന്നിട്ട് എൻ്റെ മനസ്സിൽ തന്നെ പറഞ്ഞു, എനിക്ക് ആ ഉടമ്പടി തൈലം ഒന്ന് പുരട്ടി പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ വിശ്വാസ പ്രമാണം 3 പ്രാവശ്യം ചൊല്ലി ആ ഉടമ്പടി തൈലം കൊണ്ടുവന്ന് മോൻ്റെ നാഭിയിൽ തേച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് എൻ്റെ ഭാര്യ കണ്ടുകൊണ്ട് പറയുമായിരുന്നു, ഈ കപട നാടകമൊന്നും എനിക്ക് കാണേണ്ട, എനിക്ക് വിശ്വാസമില്ലാത്ത കാര്യമാണ്, നാളെ രാവിലെ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചേക്കണം കേട്ടോ എന്ന് ദേഷ്യത്തിൽ ഇങ്ങനെ പറയുമായിരുന്നു. ഞാൻ അവിടെ നിന്ന് പതുക്കെ ഒഴിഞ്ഞു മാറിപ്പോയി. കുറച്ച് കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് വീണ്ടും ഒരിക്കൽ കൂടി വിശ്വാസ പ്രമാണം പറഞ്ഞ് ഞാൻ ആ ഉടമ്പടി തൈലം കൊണ്ടുവന്ന് നാഭിയിൽ തേക്കുകയാണ്. തേച്ചിട്ട് ഞാനും പോയി ചെന്ന് കിടന്നു. രാവിലെ എഴുതിച്ച് പ്രാർത്ഥിച്ചപ്പോഴും മനസ്സുരുകി പ്രാർത്ഥിച്ചു, എനിക്ക് കർത്താവേ എന്നെ സഹായിക്കണമല്ലാതെ വേറെ ആരുമില്ല എന്നെ സഹായിക്കാൻ. അപ്പോഴും എൻ്റെ മനസ്സിനകത്ത് തോന്നുന്ന ഒരു കാര്യമാണ്, ഭയപ്പെടേണ്ട, നിനക്ക് ഞാൻ ഉണ്ട് കൂടെ എന്ന ആ വചനം തന്നെ ആവർത്തിച്ച് എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് പോയി. അപ്പോഴും മോൻ ഉറങ്ങിക്കിടക്കുകയാണ്. നാഭിയിൽ ചെന്ന് കൈയോട് തൊട്ട് നോക്കുമ്പോൾ കാണുന്നത് എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആ മുഴ അവിടെ കാണുന്നില്ല, നിശേഷം ശൂന്യമായി പോയി.